ദിസ് ഈസ് അവർ എയർപോർട്ട്. വന്നു പോകുന്ന യാത്രക്കാരെക്കാൾ കൂടുതൽ കസ്റ്റംസ് ഓഫീസേഴ്സും സെക്യൂരിറ്റി ഗാർഡ്സുമുള്ള സ്ഥലമാണ്. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചു വേണം. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും കസ്റ്റംസ് ഓഫീസേഴ്സിന്റെയും കണ്ടുവെട്ടിച്ച് സാധനം എങ്ങനെ പുറത്ത് കടത്താം എന്നാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഇംപോസിബിൾ. നമ്മൾ ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരുന്ന ഒരു ബാഗേജ് പോലും ചെക്കിംഗ് കഴിയാതെ പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഇതെല്ലാം തരണം ചെയ്ത് പുറത്ത് കടന്നാൽ, ലുക്ക് ഹിയർ, ദിസ് ഈസ് ദ എയർപോർട്ട് ബിൽഡിംഗ്. ബിൽഡിംഗിൽ നിന്നും മെയിൻ ഗേറ്റിലേക്കുള്ള ദൂരം ഏകദേശം 300 to 400 മീറ്റേഴ്സ് വരും. അതായത് ബിൽഡിംഗിനടുത്ത് നിന്ന് എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ കാവൽ നിൽക്കുന്ന പോലീസുകാരന് ഗേറ്റ് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഗേറ്റിലെ പോലീസുകാരന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. So everything is planned accordingly. Now you can proceed. Passengers are requested to keep their boarding cards handy and proceed to the aircraft. Passengers are requested to board the aircraft immediately. Excuse me. Please come with me. Sure. Get your passport and luggage pass. Okay. Deepak Shah. Are you Malayali? No, not exactly. I'm a Gujarati, born and brought up in Cochin. Gente, cargo!
ജെയിംസേ, ഒന്ന് ഹെൽപ്പ് ചെയ്യേ. എന്റെ കുട്ടിയുടെ കാല് നീ വെട്ടിയല്ലേ? ഒരു കാലല്ല വെട്ടിയുള്ളൂ, മറ്റേ കാലല്ലേ? എന്താടോ ഇതൊക്കെ? ഇന്റർനാഷണൽ എയർപോർട്ട് കള്ളക്കടത്തുകാരുടെ വിഹാരരംഗമാവുന്നു. ആഹാ, എന്നല്ലേ ഹെഡ്ലൈൻ. സത്യം പറയാമല്ലോ, എനിക്ക് ഇവനോട്, ഈ അലക്സാണ്ടറോട് ബഹുമാനം തോന്നുന്നു. അവിടെ നമ്മുടെ പോലീസും കസ്റ്റംസും നോക്കി നിൽക്കുമ്പോ അവനവന്റെ സാധനമായിട്ട് പോയില്ലേ? അവനും ജനങ്ങൾക്കും പത്രങ്ങൾക്കും ഹീറോ. ഇതാണോടോ താനോടെ ബോംബെ ചെയ്തു എന്ന് പറയുന്ന വീരസാഹസ കൃത്യങ്ങൾ? പോലീസ് അവരെ ഫോളോ ചെയ്തതാണ്. എന്നിട്ട് എന്തായി?
അണ്ടിപോയ അണ്ണാനെ പോലെ അവസാനം തിരിച്ചു വന്നു. അതെ, കാരണം കള്ളക്കടത്തുകാരന് അവന്റെ ജീവനും കയ്യിലിരിക്കുന്ന പെട്ടിയും മാത്രമാണ് പ്രധാനം. പക്ഷേ പിന്നിൽ അവനെ പിടിക്കാൻ പായുന്ന ജാംബവാന്റെ കാലം പഴക്കമുള്ള പോലീസ് ജീപ്പിന്റെ മുമ്പിലൊരുത്തൻ ചാടി വീണാൽ, അവനെ ഒന്ന് ഇടിച്ചാൽ ഇതേ പത്രത്തിൽ ഇതുപോലെ അടിച്ചു വരും, നഗരത്തിൽ പോലീസുകാരുടെ അഴിഞ്ഞാട്ടം. അപ്പോഴും നിങ്ങളെന്നെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് ഇതേ വികാരത്തോടെ ഇതേ ഭാഷയിൽ തന്നെയായിരിക്കും. അത് കാക്കിയിടുന്ന പോലീസുകാരന്റെ തലയിലെഴുത്ത്. പക്ഷേ ഈ ബാലകൃഷ്ണൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ യൂണിഫോം ഊരിവെക്കുന്നതിന് മുമ്പ് അലക്സാണ്ടറുടെയും അവന്റെ കംപ്ലീറ്റ് ഗ്യാങ്ങിന്റെയും അടിവേര് വരെ പിഴുതെറിഞ്ഞിരിക്കും. ക്രിമിനൽ കേസിലും റോഡ് ആക്സിഡന്റിലും പെട്ടവരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? സാറേ, അയാൾ അതിന് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ അറിയാം. പറയടാ, ആരാ നിന്റെ കാല് മുറിച്ചത്? ആർക്ക് വേണ്ടിയാ നീ ചെയ്തത്? പറയടാ. ആ വണ്ടിയിലുണ്ടായിരുന്ന സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? അറിയില്ല. പറയുന്നതാണ് നിനക്ക് നല്ലത്. ആ സാധനങ്ങൾ അലക്സാണ്ടറുടേതല്ലേ? എനിക്കറിയില്ല. നിയമപരമായിട്ട് ഒരു നടപടി എടുക്കാൻ സാധിക്കില്ല. ജെയിംസ് എയർപോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് അറിഞ്ഞാൽ ആദ്യം കേസ് വരുന്ന ഹോസ്പിറ്റലിന് നേരെയായിരിക്കും. ക്രിമിനൽ കേസിൽ പെട്ട ആളെ അഡ്മിറ്റ് ചെയ്തതിന് ഹോസ്പിറ്റൽ നമ്മുടേതാണെന്ന് കൂടി തെളിഞ്ഞാൽ ജെയിംസിന്റെ മരണം ഉൾപ്പെടെ എല്ലാ സംഭവത്തിന്റെയും ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോ എങ്ങനെ റിയാക്ട് ചെയ്താലും അതെല്ലാം നമുക്കെതിരായിട്ടുള്ള തെളിവുകളായിട്ട് മാറും. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ വി ഫോർഗെറ്റ് ദാറ്റ്. നോ, പണം നഷ്ടപ്പെട്ടോട്ടെ, ഈ കാണുന്നതെല്ലാം പോയിക്കോട്ടെ, സാരമില്ല. പക്ഷേ എന്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ആരാണ് ജെയിംസിനെ കൊന്നത്? IG